മക്കൾക്ക് സ്വാഗതം. നാം ഇന്ന് ചിന്തിക്കുന്നത് യെശയ്യാ പ്രവചനം 28 അധ്യായം അതിൻ്റെ 23 വാക്യം. ചെവി തന്ന് എൻ്റെ വാക്ക് കേൾപ്പീൻ, ശ്രദ്ധ വെച്ച് എൻ്റെ വചനം കേൾപ്പീൻ. രണ്ട് കാര്യങ്ങളാണ് ദൈവം നമ്മളെ ഓർപ്പിക്കുന്നത്. വാക്ക് കേൾക്കേണ്ടത് ചെവിയുടെ കൂർമ്മതയോടു കൂടി ആയിരിക്കണം. അതായത് വളരെയധികം ശ്രദ്ധയോടുകൂടി ചെവി കൂർമ്മപ്പെടുത്തി വേണം ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുവാൻ. രണ്ടാമത് പറയുന്നു, ശ്രദ്ധ വെച്ച് എൻ്റെ വചനം കേൾപ്പീൻ. അലക്ഷ്യമായിട്ട് ദൈവത്തിൻ്റെ വചനം നാം കേൾപ്പാൻ പാടില്ല. നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയെ മാറ്റിമറിക്കുന്ന പല കാര്യങ്ങളും പിശാച് കൊണ്ടുവരും. നമ്മളുടെ ശ്രദ്ധയെ തടസ്സപ്പെടുത്തുന്ന പലതും പിശാച് കൊണ്ടുവരും. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നാം ഏകാഗ്ര ഹൃദയത്തോടുകൂടി ദൈവവചനം വായിക്കുകയും കേൾക്കുകയും ശ്രദ്ധിക്കുകയും വേണം. അവിടെയാണ് അനുഗ്രഹവും അവിടെയാണ് വിടുതലും ഉണ്ടാകുന്നത്. ഇന്ന് പലപ്പോഴും പല സഭകളിലും വിശ്വാസികളായിരിക്കുന്നവർ അനുവർത്തിക്കാത്ത ഒരു പ്രധാനപ്പെട്ട നിയമമാണിത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഗോട്ട് ക്രിയേറ്റീവ് പവർ. അതിന് ക്രിയാത്മക ശക്തിയുണ്ട്. അത് നാം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ മറുപടി ലഭിക്കും. ഇതുവരെയും അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ ഇന്നത് ചെയ്യുവാനുള്ള ആഹ്വാനമാണ് ദൈവവചനത്തിൽ കൂടി ദൈവം നമുക്ക് നൽകുന്നത്. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ദൈവവചനം ശ്രദ്ധയോടെ കേൾപ്പാനും കൂർമ്മതയോടുകൂടി ശ്രദ്ധിപ്പാനും നിന്റെ മക്കളെ സഹായിച്ച് വിടുതൽ പ്രാപിപ്പാൻ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം.